നമ്മൾ ആ ഡേറ്റയുടെ ഈ മോഡ്യൂളിൽ കംപ്ലീറ്റ് നമ്മുടെ ഡേറ്റയുടെ കാര്യങ്ങളൊക്കെയാണ്. മൂവിയിൽ നിന്ന് കാണാമല്ലോ അല്ലേ? നമ്മുടെ ഡേറ്റ പ്രൊട്ടക്ഷൻ ആൻഡ് ഇറ്റ്സ് പ്രൈവസി, അതാണ് മൊഡ്യൂൾ 3 കംപ്ലീറ്റ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഡേറ്റയുടെ ആവശ്യം, ഡേറ്റനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യം എന്താണ്? അപ്പൊ നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പം ഡേറ്റ എന്ന് പറയുന്നത് എന്താണ്, അതൊരു ക്രിട്ടിക്കൽ അസറ്റ് ആയിട്ട് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ്, അത് ഒരു ന്യൂ ഓയിൽ ആയിട്ട് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ ആദ്യം പറയും. എന്നിട്ട് പിന്നെ നമ്മൾ പറയും നമ്മുടെ സൊസൈറ്റി ഇപ്പൊ കംപ്ലീറ്റ് ഡിജിറ്റൈസേഷനിലേക്ക് പോയി എന്ന് നമ്മൾ പറയും, എല്ലാ കാര്യങ്ങളും. അത് കഴിഞ്ഞ് നമ്മൾ പറയും സൈബർ ത്രെറ്റ് ആൻഡ് അറ്റാക്കിനകത്തുള്ള ഒരു റൈസ് വന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ പറയും. അത് കഴിഞ്ഞ് നമ്മൾ ഇൻഡിവിജ്വൽ റൈറ്റ്സ് ആൻഡ് പ്രൈവസിയുടെ പ്രൊട്ടക്ഷനെ പറ്റി പറയും. എന്നിട്ട് പിന്നെ നമ്മൾ എക്കണോമിക് ആൻഡ് ബിസിനസ് ഇംപ്ലിക്കേഷൻസിനെ പറ്റി നമ്മൾ പറയും. അത് കഴിഞ്ഞ് ലീഗൽ ആൻഡ് റെഗുലേറ്ററി കംപ്ലയൻസിനെ പറ്റി നമ്മൾ പറഞ്ഞു. അതായത് നമ്മൾ എന്തുകൊണ്ടാണ് ഡിജിറ്റൽ ആക്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ നാഷണൽ സെക്യൂരിറ്റി ആൻഡ് പബ്ലിക് ഇൻട്രസ്റ്റിനെ പറ്റി പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി ഇൻ സൈബർ സ്പേസ്. ഈ 8 കാര്യങ്ങളാണ് നമ്മൾ എന്തുകൊണ്ടാണ് ഡേറ്റയുടെ ഇമ്പോർട്ടൻസ്, എന്താണ് ഡേറ്റയ്ക്ക് അത്രയും ഇമ്പോർട്ടൻസ് വന്നത് എന്നതിനെ പറ്റി നമ്മൾ പറയണം. ഈ ഒരു മോഡ്യൂൾ എനിക്ക് വായിച്ചിട്ട് മനസ്സിലായത് എന്താന്ന് വെച്ചാൽ കുറച്ചും കൂടെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പോകുന്നത്. നമുക്ക് എല്ലാത്തിനും ഒരു പ്രത്യേക തരം ആൻസർ ഉണ്ട്. മറ്റേത് എനിക്ക് നിങ്ങളുടേത് വായിച്ചു നോക്കിയപ്പോൾ, ആൻസർ വായിച്ചു നോക്കിയപ്പോൾ എല്ലാം അവസാനം എഴുതി വരുമ്പോൾ ഒരേപോലെ ഇരിക്കും. എല്ലാത്തിനകത്തും ഒരു കാര്യം തന്നെ തിരിച്ചും മറിച്ചും പറയുന്നത്. പിള്ളേരാണെങ്കിൽ അങ്ങനെ തന്നെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ ഇത് പക്ഷെ ഈ ചാപ്റ്റർ, ഈ മോഡ്യൂള് നമുക്ക് വ്യത്യാസമായിട്ട് പഠിക്കാനുണ്ട്. മറ്റേത് സൈബർ സ്പേസ് ചോദിച്ചാലും സൈബർ ക്രൈം ചോദിച്ചാലും സൈബർ അറ്റാക്ക് ചോദിച്ചാലും എല്ലാം ഒരേ കാര്യം തന്നെയാ നമുക്ക് തന്നെ എഴുതാനുള്ളൂ അല്ലേ? നമുക്ക് ഓർമ്മ വരുള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. കാര്യം ഇവിടെ ഡേറ്റാനെ പറ്റി പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഡേറ്റ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയത് എന്നുള്ള കാര്യത്തിനെ പറ്റി നമുക്ക് പറയാം. പിന്നെ എങ്ങനെയാണ്, എവിടെയൊക്കെയാണ് ഇപ്പൊ ഡിജിറ്റൈസേഷൻ സംഭവിച്ചത്, അവിടെയൊക്കെ എന്ത് ടൈപ്പ് ഡേറ്റയാണ് ഉപയോഗിക്കുന്നത്, അങ്ങനെ ഒരു ഇച്ചിരി കൂടെ വ്യത്യാസമായിട്ട് പറയുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അത് കഴിഞ്ഞ് ഇനി അടുത്തത് ഇവിടെ പറയുന്നത് എന്തൊക്കെ ടൈപ്പ് ഡേറ്റയാണ് നമുക്കുള്ളത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡേറ്റ. നമുക്ക് പേഴ്സണൽ ഡേറ്റ ഈസ് ദെയർ. പിന്നെ നമുക്ക് അതിൻ്റെ റിസ്ക്കും അതിൻ്റെ എക്സാമ്പിളും അതിൻ്റെ ലീഗൽ കാര്യങ്ങളും. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നോൺ പേഴ്സണൽ ഡേറ്റ, ഇതൊക്കെ നമ്മളൊന്ന് പറഞ്ഞതാണ് നോൺ പേഴ്സണൽ ഡേറ്റേനെ പറ്റി. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഓർഗനൈസേഷണൽ ഡേറ്റേനെ പറ്റി, അതായത് ബിസിനസ് ഡേറ്റ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ അതിൻ്റെ പ്രൊട്ടക്ഷൻ മെഷേഴ്സ് എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതിൻ്റെ എക്സാമ്പിൾ എന്താണ്, എല്ലാം അതെ. എന്താണ് നോൺ പേഴ്സണൽ ഡേറ്റ എന്ന് പറയാം, അതിൻ്റെ എക്സാമ്പിൾ എന്താണെന്ന് പറയാം, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറയാം. അത് തന്നെ എല്ലായിടത്തും പറയുവാണ്. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. എന്താണ് ഗവൺമെന്റ് ഡേറ്റ എന്ന് പറഞ്ഞാൽ നമ്മുടെ സെൻസസ് ഡേറ്റ, സിറ്റിസന്റെ പ്രൈവസി, അതെല്ലാം നമ്മുടെ ഡേറ്റയുടെ അടിയിൽ. ടാക്സിന്റെ ഡേറ്റ, ഗവൺമെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഡേറ്റ, നമ്മൾ ടാക്സ് അടയ്ക്കുന്നതിന്റെ ഡേറ്റ, നമ്മുടെ ആധാർ ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡേറ്റ, അതെല്ലാം നമ്മുടെ ഓക്കെ. പിന്നെ നമ്മൾ ഗവൺമെന്റ് ആൻഡ് പബ്ലിക് ഡേറ്റേനെ പറ്റി, പിന്നെ അത് കഴിഞ്ഞ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഡേറ്റയുടെ സ്റ്റേറ്റിനെ പറ്റി നമ്മൾ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതായത് റെസ്റ്റിൽ ഇരിക്കുന്ന ഡേറ്റ, ട്രാൻസിറ്റിൽ ഇരിക്കുന്ന ഡേറ്റ, യൂസിൽ ഇരിക്കുന്ന ഡേറ്റ. റെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചുമ്മാ ഡേറ്റാബേസിലൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും. നമുക്ക് പിന്നെ ഭാവിയിൽ ഉപയോഗത്തിന് വേണ്ടി നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഡേറ്റ. ഹാർഡ് ഡ്രൈവിലൊക്കെ സ്റ്റോർ ചെയ്യാം. എവിടെയൊക്കെ ഡേറ്റ സ്റ്റോർ ചെയ്ത് വെക്കും അതെല്ലാം ഡേറ്റ അറ്റ് റെസ്റ്റിൽ ഇരിക്കുന്നതായിരിക്കും. പിന്നെ നമ്മൾ ഇപ്പൊ നമ്മൾ മെസ്സേജ് സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഞാനൊരു ഇമെയില് ഞാൻ സെൻഡ് ചെയ്തു. അപ്പൊ ശരിക്കും ഒരു ഡേറ്റയാണ് ഞാൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡേറ്റ, ഇതിനെ പറയുന്ന പേരാണ് ഡേറ്റ ഇൻ ട്രാൻസിറ്റ്.
അതായത് അത് റെസ്റ്റിലിരിക്കുമല്ല, അത് ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് അത് പൊക്കോണ്ടിരിക്കുകയാണ്. അതിനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെയാണ് ഡേറ്റ ഇൻ ട്രാൻസിറ്റ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ഡേറ്റ ഇൻ യൂസ് ഉണ്ട്. ഡേറ്റ ആക്റ്റീവ്ലി പ്രോസസ്ഡ് ബൈ ആപ്ലിക്കേഷൻസ് ഓർ സിസ്റ്റം. അതിന് പറയുന്നതാണ് ഡേറ്റ ഇൻ യൂസ്. അതായത് ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കുറച്ച് ഡേറ്റ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ വെബ് ക്യാം നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ ഈ വെബ് ക്യാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയണ, നമ്മൾ ആ ഡേറ്റ നമ്മൾ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ എന്താ പറയണ, അങ്ങനെയൊക്കെ ഉള്ള, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി ഡേറ്റാ ബേസിൽ നിന്ന് ഇപ്പം നമ്മൾ ഡേറ്റ എടുക്കുവാണ്. അപ്പൊ ആ ഡേറ്റ ശരിക്കും പറഞ്ഞാൽ ഡേറ്റ ഇൻ യൂസ് ആണ്. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു പ്രോസസ്സ് മാനേജ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡേറ്റനെ അതിനെ എടുത്ത് നമ്മൾ പ്രോസസ്സ് ചെയ്യുമ്പോൾ അത് ഡേറ്റ ഈസ് ആക്റ്റീവ്ലി പ്രോസസ്ഡ് ബൈ ദ ആപ്ലിക്കേഷൻസ്. അതിനാണ് ഡേറ്റ ഇൻ യൂസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് സമ്മറി ടേബിൾ എന്ന് പറയുന്നത് പേഴ്സണൽ ഡേറ്റ, സെൻസിറ്റീവ് ഡേറ്റ, നോൺ പേഴ്സണൽ ഡേറ്റ, ബിസിനസ് ഡേറ്റ. അതിനെ നമുക്ക് ഒരു എക്സാമ്പിളും പറഞ്ഞു ഇരിക്കണം. അതിന്റെ ലെവൽ ഓഫ് പ്രൊട്ടക്ഷൻ എങ്ങനെയാന്നുള്ളത്. അതായത് ഹൈ, വെരി ഹൈ, ലോ, മീഡിയം, ഹൈ, വെരി ഹൈ. അതിനെയാണ് നമ്മൾ ഇങ്ങനെ തരംതിരിച്ച് ഡേറ്റ ആക്കി പറയുന്നത്. ലീഗൽ ഫ്രെയിംവർക്ക് ഓഫ് ഡേറ്റ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ലോയിലേക്ക് വരുമ്പോൾ എന്തിനാണ് നമ്മൾ ഡേറ്റ ലീഗൽ ഫ്രെയിംവർക്കിലേക്ക് എന്തുകൊണ്ടാണ് പോകുന്നത്? കാര്യം ലോയുടെ ആവശ്യം എന്താണെന്ന് ആദ്യം പറയണം. അത് കഴിഞ്ഞ് എന്തിനാണ് ഡേറ്റ പ്രൊട്ടക്ഷന്റെ കോർ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാന്ന് പറയണം. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ലീഗൽ ഫ്രെയിംവർക്ക് എന്താന്നുള്ളത് നമ്മൾ പറയണം. അപ്പം എന്താണ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് എന്താ, നമ്മുടെ പ്രൈവസി നമ്മൾ സൂക്ഷിക്കണം, നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം. അതിന് നമുക്ക് ഡേറ്റ ശരിക്കും നമ്മുടെ പ്രൈവസി നമ്മൾ സ്റ്റോർ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ പ്രൈവസി നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ ശരിക്കും ഉദ്ദേശിക്കുന്നത് ഈ പ്രൈവസി നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഡേറ്റ ശരിക്കും അവിടെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അതായത് എൻ്റെ ആധാർ കാർഡിന്റെ ഡേറ്റ എക്സാമ്പിൾ പറഞ്ഞു. അപ്പൊ അത് എൻ്റെ പ്രൈവസി റിലേറ്റ് ചെയ്തിട്ടുള്ള ഡേറ്റയാണ്. അപ്പൊ അതിനെ എനിക്ക് പ്രൊട്ടക്ട് ചെയ്യേണ്ടതായിട്ട് ആവശ്യമുണ്ട്. അപ്പൊ ഇൻ ഇഫക്റ്റ് എൻ്റെ പ്രൈവസി പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ എൻ്റെ ഡേറ്റ അവിടെ പ്രൊട്ടക്ട് ചെയ്യപ്പെടണം. പിന്നെ എൻ്റെ ഡേറ്റ ആരും അൺഓതറൈസ്ഡ് ആയിട്ട് യൂസ് ചെയ്യാതിരിക്കാൻ, ആക്സസ് ചെയ്യാതിരിക്കാനായിട്ട് ഞാൻ നോക്കണം. പിന്നെ ഏത് ഡേറ്റയാണെങ്കിലും ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള യൂസേജ് ആയിരിക്കണം. അപ്പൊ എനിക്ക് അറിയാൻ പറ്റണം എൻ്റെ ഡേറ്റ പ്രോസസ്സിംഗ് നടക്കുന്ന, അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ് ഒക്കെ ആണെങ്കിലും ഇതുപോലെ യൂസ് ചെയ്യുന്ന ഡേറ്റ പ്രോപ്പർ ആയിട്ടാണ്, മിസ്യൂസ് ചെയ്യപ്പെടുന്നില്ല എന്ന് ഉള്ള ഒരു അറിവ്, നമുക്കൊരു വിശ്വാസം വേണമല്ലോ നമ്മുടെ ഡേറ്റ പ്രോസസ്സ് ചെയ്യപ്പെടുന്നതിൽ അവിടെ തെറ്റൊന്നുമില്ല എന്നുള്ള ഒരു ആവശ്യകത നമുക്ക് ഉണ്ട്. അപ്പൊ എന്തെങ്കിലും വയലേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ അതിന് കുറ്റമുണ്ടെന്നും അതിന് ശിക്ഷയുണ്ടെന്നും ആൾക്കാരിൽ ബോധ്യം ഉണ്ടാക്കിയാൽ മാത്രമാണ് ഒരാൾക്ക് നമുക്ക് സൂക്ഷിക്കാൻ കൊടുക്കാൻ നമുക്ക് പറ്റുള്ളൂ. അതായത് നമുക്ക് വിശ്വാസമായിട്ട് ഏൽപ്പിക്കണം, അവരുടെ കയ്യിൽ നിന്ന് പോവില്ല. അഥവാ പോയാൽ എനിക്ക് നീതി കിട്ടും എന്നുള്ള ഒരു ഉറപ്പ് എനിക്ക് വേണം. അതാണ് ഇവിടുത്തെ ആവശ്യം. And it defines the rights of individuals and obligations of organization, and it will provide remedy and penalty for violation. Then what are the core principles of data protection? എന്താണ് ഇതിന്റെ core principle എന്ന് പറയുന്നത്? ഇതിന്റെ core principle എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലത്തെ അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ്, വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്. ഇനി നമ്മൾ ഇന്ത്യൻ ലീഗൽ ഫ്രെയിമിലേക്ക് പോരുക. ഇന്ത്യൻ ലീഗൽ ഫ്രെയിമിലേക്ക് പോരുമ്പോഴത്തേക്കാണ് നമുക്ക് ഡേറ്റ പ്രൊട്ടക്ഷൻ ബില്ലും ഇൻഫർമേഷൻ IT ആക്ട്, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 കാര്യങ്ങളും, അവിടെ നിന്ന് സെക്ഷൻ 43A-യും 72A-യും, അത് കഴിഞ്ഞ് ഡേറ്റ പ്രൊട്ടക്ഷൻ ബില്ലിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഡിജിറ്റൽ പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷൻ ആക്ടിനെ പറ്റി പറഞ്ഞു. ഈ പുട്ടസ്വാമി അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു.
അത് കഴിഞ്ഞ് നമ്മൾ ഡേറ്റ പ്രിൻസിപ്പൽ എന്താണ്, ഡേറ്റ ഫിഡ്യൂഷ്യറി എന്താണ്, ഡേറ്റ പ്രോസസ്സർ എന്താണ്, കൺസെന്റ് എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചു. ഡേറ്റ പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞാൽ ആരുടെയാണോ ഡേറ്റ പ്രോസസ് ചെയ്യാൻ പോകുന്നത് അതിന് പറയുന്നതാണ് ഡേറ്റ പ്രിൻസിപ്പൽ. ഡേറ്റ ഫിഡ്യൂഷ്യറി എന്ന് പറഞ്ഞാൽ ഇതിന്റെ പേഴ്സണൽ ഡേറ്റ പ്രോസസ് ചെയ്യുന്ന എനി എൻറ്റിറ്റി, അതിനെയാണ് ഡേറ്റ ഫിഡ്യൂഷ്യറി എന്ന് പറയുന്നത്. An entity which process the data is known as the data processor, and the permission given for processing the data by the data principal is known as the consent. And അതിന്റെ scope and applicabilityയും അതിന്റെ കൺസെന്റുകളും കാര്യങ്ങളും, and there are certain exceptions, and what are the rights of data principal, and what are the obligations of data fiduciary. Data fiduciaries must process the data lawfully. ആരാണോ പ്രോസസ് ചെയ്യുന്ന ആൾ അയാളാണ് ഡേറ്റ ഫിഡ്യൂഷ്യറി. and they implement the reasonable safeguard. They ensure the data accuracy and notify the data breach. They delete the data. Penalties for non-compliance and significance of the data protection bill. അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, നമ്മൾ പെനാലിറ്റി കൊടുക്കുന്നത്, എന്താണ് ഡേറ്റ പ്രൊട്ടക്ഷൻ ബോർഡ് ഓഫ് ഇന്ത്യ എന്താണ് ചെയ്യുന്നത്, അതുപോലെ ഡേറ്റ ഫിഡ്യൂഷ്യറിയുടെ ഒബ്ലിഗേഷൻ എന്താണ്, ഡേറ്റ പ്രിൻസിപ്പൽസിന്റെ റൈറ്റ് എന്താണ്, കൺസെന്റ് ബേസ്ഡ് ഡേറ്റ പ്രോസസ്സിംഗ് എന്താണ്, ആപ്ലിക്കബിലിറ്റി, കീ ടെർമിനോളജി, ഒബ്ജക്റ്റീവ്സ്, ബാക്ക്ഗ്രൗണ്ട് നീഡഡ്. ഇതാണ് ഡേറ്റ പ്രൊട്ടക്ഷന്റെ ബില്ലും കാര്യങ്ങളും വരാനുള്ള എല്ലാ സംഭവങ്ങളും. അപ്പൊ നമ്മൾ ആദ്യം തുടങ്ങുമ്പോൾ എന്താണ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള നീഡ് എന്താണെന്നും പിന്നെ ഒബ്ജക്റ്റീവ് എന്താണെന്നും ടെർമിനോളജീസ് എന്താണെന്നും ഓരോരുത്തരുടെയും റൈറ്റും കാര്യങ്ങളും എന്താണെന്നുള്ളത് ഡേറ്റ ഫിഡ്യൂഷ്യറിനെ പറ്റി പറയണം, ഡേറ്റ പ്രിൻസിപ്പലിനെ പറ്റി പറയണം, കൺസെന്റിനെ പറ്റി പറയണം. അതായത് ഈ 4 കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ, അതിനെ 4നെയും പറ്റി പിന്നെ എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യണം. അതാണ് പിന്നെ താഴത്തോട്ട് കാണിച്ചേക്കുന്നത്. അത് കഴിഞ്ഞ് ജനറൽ ഡേറ്റ പ്രൊട്ടക്ഷൻ റെഗുലേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോംപ്രിഹെൻസീവ് ഡേറ്റ പ്രൊട്ടക്ഷൻ ലോ ബൈ യൂറോപ്യൻ യൂണിയൻ. യൂറോപ്യനിലുള്ള പീപ്പിൾക്ക് വേണ്ടി പ്രൊട്ടക്ഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ജനറൽ ഡേറ്റ പ്രൊട്ടക്ഷൻ റെഗുലേഷൻ. അതിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിയനിലുള്ള ആൾക്കാർക്കും അതിൽ നിന്നും പുറത്തേക്കുള്ള ആൾക്കാർ ഇതിനകത്തേക്ക് എന്തെങ്കിലും ട്രാൻസാക്ഷൻസ് നടത്തുന്ന ആൾക്കാരുടെ ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഡേറ്റ പ്രൊട്ടക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ് GDPR പറയുന്നത്, ജനറൽ ഡേറ്റ പ്രൊട്ടക്ഷൻ റൈറ്റ്. അത് യൂറോപ്യൻ യൂണിയനിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അതിനുള്ള പെനാലിറ്റീസ് എന്താന്ന് പറയണം, സിഗ്നിഫിക്കൻസ് എന്താന്നൊക്കെ നമ്മൾ പറയണം. ഇനി പ്രൈവസി ഇതിനെപ്പറ്റി റിലേറ്റ് ചെയ്ത് പറയുമ്പം റൈറ്റ് ഓഫ് ദ ഇൻഡിവിജ്വൽ ടു കൺട്രോൾ ദ ഇൻഫർമേഷൻ അബൌട്ട് വൺ സെൽഫ്. And what is the meaning of privacy? What are the dimensions of privacy? Physical privacy, informational privacy, decisional privacy, communication privacy. Physical intrusion എന്നുള്ള പ്രൊട്ടക്ഷന് വേണ്ടി physical privacy. Control over personal data ആണ് informational privacy. Decisional privacy എന്ന് പറയുന്നത് freedom to make personal choices. Communication privacy എന്ന് പറയുന്നത് privacy of messages and calls. Privacy as a fundamental right is recognized under Article 21. And importance of privacy എന്ന് പറയുന്നത് it protects the human dignity, prevents the misuse of personal information. Essential for democratic freedom. And privacy concerns of cyberspace. Unauthorized data collection, data breach, surveillance and tracking, data profiling, social media, cloud computing risk. എന്നൊക്കെയാണ് പ്രൈവസി കൺസേൺ എന്ന് പറയുന്നത്. മേജർ പ്രൈവസി കൺസേൺ അൺഓതറൈസ്ഡ് ഡേറ്റ കളക്ഷൻ. അത് ശരിക്കും ഈ എന്താണ് നമ്മുടെ ഡേറ്റാനെ അഫക്റ്റ് ചെയ്യാനായിട്ട് അത് ബാധകമാണ്. എന്തുകൊണ്ടാ? ഇപ്പൊ നമ്മൾ അറിയാത്ത അടുത്തുനിന്ന് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്തു വെച്ചു. അപ്പൊ അവിടെ വരുന്ന വിഷയം എന്താന്ന് വെച്ചാൽ ഈ ഡേറ്റയ്ക്കകത്ത് ചിലപ്പോൾ വല്ല വൈറസും ഉണ്ടെങ്കിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന സ്ഥലത്ത് നിന്നും ബാക്കിയുള്ള ഡേറ്റകളെയൊക്കെ ആക്സസ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു വൈറൽ ഇൻഫർമേഷൻ അതിനകത്തുണ്ടെങ്കിൽ അത് നമ്മുടെ ബ്രീച്ച് ചെയ്യും, നമ്മുടെ ആ പ്രൈവസീനെ ബ്രീച്ച് ചെയ്യും, അറ്റാക്ക് ചെയ്യും.
അതാണ് അൺഓതറൈസ്ഡ് ഡേറ്റ കളക്ഷൻ കൊണ്ട് വരുന്ന ബുദ്ധിമുട്ടുകൾ. പിന്നെ ഡേറ്റ ബ്രീച്ച് എന്ന് പറയും. ഡേറ്റ അങ്ങനെയുള്ള നമ്മുടെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഡേറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്നത് വേറൊരാളിലേക്ക് എത്തുന്നതിനെയാണ് ഡേറ്റ ബ്രീച്ച് എന്ന് പറയുന്നത്. ഈ സർവേലൻസ് എന്ന് പറയുന്നത് ഗവൺമെന്റും കോർപ്പറേഷൻസും തമ്മിലുള്ള മാസ് ഡേറ്റ, അതിനെ നമ്മൾ എപ്പോഴും ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അതൊക്കെ സെൻസിറ്റീവ് ഡേറ്റകളാണ്. ഇപ്പൊ എൻ്റെ ബാങ്കിലുള്ള ഇൻഫർമേഷൻസ് ഞാൻ എപ്പോഴും ബാങ്കുകാർ തന്നെ അത് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ അക്കൗണ്ടിൽ കിടക്കുന്ന കാശുകളെല്ലാം കറക്റ്റ് ആയിട്ട് തന്നെയാണ് പോകുന്നതെന്ന് അറിയണം. അവരുടെ കയ്യിൽ നിന്ന് തെറ്റ് പറ്റാൻ പാടില്ല. ഇപ്പൊ ഞാൻ ട്രാൻസാക്ഷൻസ് നടത്തുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് തെറ്റ് വരുന്ന മാത്രമല്ല, ഓർഗനൈസേഷൻസിന് അവരുടേതായ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ പിന്നും കാര്യങ്ങളും ഒന്നും ആരുമായിട്ടും ഷെയർ ചെയ്യരുതെന്നൊക്കെ നമ്മൾ പറയുന്നത്. അതുപോലെ ഡേറ്റ പ്രൊഫൈലിംഗ് എന്ന് പറയുന്നത് അനാലിസിസ് ഓഫ് യൂസർ ബിഹേവിയർ ടു പ്രഡിക്റ്റ് ദ പ്രിഫറൻസസ് ആൻഡ് ഹാബിറ്റ്സ് ക്യാൻ ലീഡ് ടു ഡിസ്ക്രിമിനേഷൻ ആൻഡ് മാനിപ്പുലേഷൻ. അതായത് നമ്മൾ മുന്നത്തെ മോഡ്യൂളിൽ പഠിച്ചപ്പോൾ നമ്മൾ ആക്റ്റീവ് അറ്റാക്കും പാസീവ് അറ്റാക്കിനെയും പറ്റി നമ്മൾ പഠിച്ചു. ഈ പാസീവ് അറ്റാക്കർ എന്ന് പറഞ്ഞാൽ ഇവർ ഈ ചുമ്മാ ഇരുന്നുകൊണ്ട് രാവിലെ മുതൽ ഈ നെറ്റിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അവരുടെ ജോലി എന്ന് പറഞ്ഞാൽ ഒരു ബാങ്കിന്റെ ഡേറ്റ ട്രാൻസ്ഫർ എപ്പോഴൊക്കെയാണ് നടക്കുന്നതെന്ന് അവര് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. അപ്പൊ എപ്പോഴാണോ ഈ ട്രാൻസ്ഫർ നടക്കുന്നത് കൂടുതൽ, ആ സമയത്തായിരിക്കും ചിലപ്പോൾ സെൻസിറ്റീവ് ഇൻഫർമേഷൻസ് കൂടുതൽ. അവരങ്ങനെ അതിന് സ്റ്റഡി ചെയ്യും. നമ്മളെ പഠിക്കാൻ വേണ്ടി. നമുക്ക് ഉപദ്രവമൊന്നുമില്ല, പക്ഷെ നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസ് അവർ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കും. ആക്റ്റീവ് അറ്റാക്കറിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇവർ ഈ പാസീവ് അറ്റാക്കർ പഠിച്ചു വെച്ചിരിക്കുന്ന ആ ഇൻഫർമേഷൻ യൂസ് ചെയ്യും. അപ്പം എപ്പോഴും ഫുൾ ടൈം അവർ നോക്കിക്കൊണ്ടിരിക്കാതെ ഈ സെൻസിറ്റീവ് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന ദിവസങ്ങളും പാസ് ചെയ്യുന്ന സമയവും അവർ നോക്കി അറ്റാക്ക് ചെയ്യും. അപ്പൊ നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടും. കുറച്ച് സമയം നമ്മളെല്ലാം നേരത്തെ പഠിച്ചു വെച്ചത് അതുപോലെയാണ് ഈ ഡേറ്റ പ്രൊഫൈലിംഗ് എന്ന് പറയുന്നത്. അതിനെ അനലൈസ് ചെയ്ത് കണ്ടുപിടിക്കുന്നത്. ഇപ്പം ഞാൻ ഏതൊക്കെ നെറ്റ് യൂസ് ചെയ്യുന്നു, എൻ്റെ ഡേറ്റ എവിടെയൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്, എൻ്റെ ഇൻഫർമേഷൻസ് എവിടെയെല്ലാം പോയിട്ടുണ്ട്. അപ്പൊ എന്നെ അറ്റാക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ യൂസ് ചെയ്യുന്ന ആയിട്ടുള്ള എൻ്റെ പ്രൊഫൈലുകളെല്ലാം അവരെ ഹാക്ക് ചെയ്താൽ മതി. അപ്പൊ എൻ്റെ പേരിൽ ഒരു അക്കൗണ്ട് ഉണ്ടാക്കി അത് എന്നെ ഡിഫെയിം ചെയ്താൽ മതി. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അതുപോലെ സോഷ്യൽ മീഡിയയുടെ പ്രൈവസി, പിന്നെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. ഒരു ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിലൊക്കെ നമ്മൾ ശരിക്കും ഡേറ്റ വേറൊരു സ്ഥലത്തുണ്ടെങ്കിൽ നമ്മൾ സ്റ്റോർ ചെയ്യുവാണ്. നമുക്ക് സ്റ്റോറേജ് സ്പേസ് കുറയ്ക്കാൻ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവിടെയൊക്കെ പക്ഷെ റിസ്ക് ആർ ദർ. അപ്പൊ അതുകൊണ്ടാണ് ഡേറ്റ സെക്യൂരിറ്റി ഈസ് മെയിൻ കൺസേൺ. അപ്പൊ ഇവിടെ ഐഡന്റിറ്റി തെഫ്റ്റ് വരാം, ഇൻഡിവിജ്വൽ ഓട്ടോണോമിയുടെ ലോസ് ലൂസ് ചെയ്യാം, അതുപോലെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ദെൻ ലോസ് ഓഫ് ട്രസ്റ്റ്, അതൊക്കെ ഇതിനകത്ത് വരാം. പിന്നെ അതേപോലെ തന്നെ നീഡ് ടു അഡ്രസ് ദ പ്രൈവസി കൺസേൺ. സ്ട്രോങ് ലീഗൽ ഫ്രെയിംവർക്ക് വേണം. നമ്മുടെ ഡേറ്റ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ലോസ് ആൻഡ് റെഗുലേഷൻസ് പക്കയായിരിക്കണം. ഓർഗനൈസേഷൻസ്, അത് എല്ലായിടത്തും എടുത്തു പറയുന്നുണ്ട് ഈ ഓർഗനൈസേഷണൽ റെസ്പോൺസിബിലിറ്റി. കാര്യം ഓർഗനൈസേഷൻസിലെല്ലാം ഇപ്പൊ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത് ബൾക്കായിട്ട് നമ്മൾ ഓൺലൈനായിട്ട് സ്റ്റോർ ചെയ്യുന്നത്. അവിടെ എന്തെങ്കിലും ഡേറ്റ എന്തെങ്കിലും ഒരു ബ്രീച്ച് വന്നു കഴിഞ്ഞാൽ അവരുടെ നമ്മളെ ഡേറ്റ ഒറ്റയടിക്ക് അവരുടെ കയ്യിൽ നിന്ന് ലീക്കായി പോയി കഴിഞ്ഞാൽ അതിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും. അതുപോലെ യൂസർ അവയർനെസ് ആൻഡ് കൺസെന്റ് മെക്കാനിസംസ്, അതെല്ലാം എപ്പോഴും ഇഫക്റ്റീവ് ആയിരിക്കണം. എനിക്കറിയാൻ പറ്റണം, വേറൊരാളെ എനിക്കൊരു മെസ്സേജ് സെൻഡ് ചെയ്തിട്ട് എൻ്റെ ഡേറ്റ ഷെയർ ചെയ്യാൻ പറഞ്ഞാൽ അത് ട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പോലും അതിനൊരു ഡബിൾ പ്രൊട്ടക്ഷൻ. ഇപ്പൊ എനിക്ക് ബാങ്കിൽ നിന്ന് ഒരു കോൾ വരുവാണ്, അത് ഡേറ്റ എൻ്റെ ഷെയർ ചെയ്യാൻ പറഞ്ഞു വരുമ്പോൾ ഞാൻ അവർക്ക് ബ്ലൈൻഡ് ആയിട്ട് ഞാൻ അത് കൊടുക്കരുത് എന്നൊരു അവയർനെസ് എനിക്ക് ഉണ്ടാക്കണം. അതൊക്കെയാണ് privacy concerned address. Then constitutional framework privacy. Meaning of constitutional framework of privacy. Constitutional framework of privacy refers to how the Indian Constitution protect an individual's privacy. എന്താണ് Article 21?
ആർട്ടിക്കിൾ 21 പറയുന്നത് റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. Article 21 states that no person shall be deprived of his life or personal liberty except according to the procedure established by law. അപ്പം ലോയ്ക്ക് എതിരായിട്ട് എന്തെങ്കിലും ഇത് വന്നാൽ that person shall be deprived, no person shall be deprived of his life. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ കാത്തു സൂക്ഷിക്കുക എന്നുള്ള ഒരു നിയമമാണ് ആ പറയുന്നത്. ലോ എൻഫോഴ്സ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകൾ അവർ സഹിക്കാൻ ബാധ്യസ്ഥരാണ്. പക്ഷെ അതല്ലാതെ എന്തെങ്കിലും മറ്റൊരാളിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അത് കാത്തു രക്ഷിക്കേണ്ടത് അവർക്ക് അതങ്ങനെ ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 21. ബിക്കോസ് ദ ലൈഫ് ഈസ് നോട്ട് കാരണം എന്താ, ലൈഫ് ഈസ് നോട്ട് എ മിയർ ആനിമൽ എക്സിസ്റ്റൻസ്. ആനിമൽസിന്റെ ലൈഫ് പോലെ നമ്മൾ ചുമ്മാ ജീവിച്ച് മരിച്ചു പോവുകയല്ല. ആൻഡ് we have to have a life with dignity. Like we should have a personal autonomy and we should be having a bodily integrity and freedom and privacy should all be there for us. അതെന്തെങ്കിലും വയലേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ അത് അവിടെ ലോ ഇടപെടും. അതാണ് ആർട്ടിക്കിൾ 21 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Hence the privacy is an inseparable part of ആർട്ടിക്കിൾ 21. ആർട്ടിക്കിൾ 14 പറയുന്നത് റൈറ്റ്സ് ഓഫ് ഇക്വാളിറ്റി. ഇക്വാളിറ്റിനെ പറ്റിയാണ് ആർട്ടിക്കിൾ 14 പറയുന്നത്. റൈറ്റ് ടു ഇക്വാളിറ്റി. ആർട്ടിക്കിൾ 14 ensures equality before law, protection against arbitrary state action. Relevance to privacy. Arbitrary surveillance or data collection violates equality, and data misuse without safeguards can result in discrimination. Article 19 പറയുന്നത് it guarantees freedom such as freedom of speech, freedom of movement, freedom of association. In privacy linkage, excessive surveillance chills free speech. People cannot express opinions and privacy is essential for meaningful enjoyment of Article 19. Privacy as a fundamental right. നമ്മുടെ പേഴ്സണൽ ഡേറ്റ കമ്മ്യൂണിക്കേഷൻ അതെല്ലാം നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റിന്റെ അടിയിൽ വരുന്നതാണ്. ആൻഡ് പ്രൈവസി ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ഗ്യാരണ്ടി. പ്രൈവസീനെ പറ്റി കുറെ കാര്യങ്ങളൊക്കെ എടുത്തു പറയുന്നതാണ്. ഇനി ജുഡീഷ്യൽ ഇന്റർപ്രിട്ടേഷൻ ഓഫ് പ്രൈവസി ഇൻ ഇന്ത്യ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, the Indian judiciary played a crucial role in developing the right to privacy. MP Sharma seizure and search and seizure under tax law judgment. ജുഡീഷ്യൽ MP ശർമ്മയുടെ ഇത്, അതായത് ടാക്സ് ലോയ്ക്കെതിരെ, ടാക്സിനെതിരെയുള്ള ലോയും കാര്യങ്ങളാണ് MP ശർമ്മ. ദെൻ ഖരക് സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഉത്തർപ്രദേശിൽ 1962 പോലീസ് സർവേലൻസ് ആൻഡ് ഡൊമിസിലറി വിസിറ്റ്. ഇതൊക്കെ നമ്മളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ കഥയും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. Then Govind versus State of Madhya Pradesh, surveillance regulations by police. Court recognized privacy as a penumbral right and allow restrictions for compelling the state interest. അതിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് പ്രൈവസി acknowledged but subject to restriction. Then R Rajagopal versus State of Tamil Nadu. ഇതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുമായിരിക്കും. നോക്കട്ടെ ഒരു മിനിറ്റ്, എന്താ പറയുന്നത്. അത് രാജഗോപാൽ Otto Shankar, a condemned prisoner, allegedly wrote an autobiography exposing the link between the criminals and prison.
officials. The Tamil weekly Nakiran proposed to publish it. The state sought to stop publication, claiming it would harm officials' reputation and public order. അതാണ് ഇവിടെ പറയുന്നത്, രാജഗോപാൽ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് തമിഴ്നാടു എന്ന് പറയുന്നത്. അതായത് ഓട്ടോ ശങ്കർ ഒരു പ്രിസണർ ഒരു ഈ പ്രിസണിൽ നടക്കുന്ന അനധികൃതമായ കാര്യങ്ങൾ, ക്രിമിനൽസും പ്രിസൺ ഓഫീഷ്യൽസും തമ്മിലുള്ള ലിങ്കുകളും ഇങ്ങനെയാണ് അവരിങ്ങോട്ട് സഹായിക്കുന്നത്, അതായത് നമ്മളെ ഔട്ട് ഓഫ് ദ ബോക്സ് കാര്യങ്ങളെല്ലാം അത് പുറത്ത് പബ്ലിഷ് ചെയ്യപ്പെട്ടു. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്തു, the court allowed the publication and laid down the foundational principles, right to privacy, Article 21 then public records are fair game, no prior restraint, public officials versus private citizens. അപ്പോൾ ഇതൊക്കെ the press may publish material from public records without the prior restraint and public officials cannot claim privacy over their official act. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ അത് പ്രസ്സിനെതിരെ അവർ കേസ് എടുത്തു, പക്ഷേ പ്രസ്സിന് ഇത് പബ്ലിഷ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട് എന്നാണ്, അങ്ങനെ ഒരു ലോ വന്നു. പ്രസ്സിന് അവരങ്ങനെ ഒഫീഷ്യൽസിന് അതിനെതിരെ ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പൊ അവർക്ക് അങ്ങനെ ഒരു പെർമിഷൻ കിട്ടി എന്നുള്ളതാണ് ആ കേസിൽ പറയുന്നത്. ഇത് രാജഗോപാൽ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് തമിഴ്നാടുവിൽ പറയുന്നത്. ഇനി അതിന് മുന്നേ ഉള്ളതൊന്ന് പറഞ്ഞു നോക്കാം. ജസ്റ്റ് ഞാനൊന്ന് നോക്കട്ടെ. ഞാനിത് അങ്ങനെ ഇത് ചെയ്തിട്ടില്ല. ഗോവിന്ദ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മധ്യപ്രദേശ് 1975 അതെന്താ പറയുന്നതെന്ന് പറയാം. ഇവിടെ ഇതിന്റെ കേസ്, അതായത് നമ്മൾ ഈ ഗോവിന്ദ് വേഴ്സസ് അതിന്റെ ഇതെന്ന് പറയുന്നത്, the case challenged police surveillance regulations under Madhya Pradesh police regulations. These regulations allowed domiciliary visits, shadowing and tracking of individuals with criminal antecedents. The petitioner argued that the surveillance violated personal liberty and privacy. അതായത് ക്രിമിനൽ ആന്റിസിഡന്റ് ഉള്ള ആൾക്കാരെ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അപ്പൊ അവര് കംപ്ലൈന്റ് കൊടുത്തു, ഇത് എന്റെ പേഴ്സണൽ ലിബർട്ടി ആൻഡ് പ്രൈവസി ആർട്ടിക്കിൾ 21 എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഇത് നടക്കുന്നത്, അപ്പൊ അത് നടക്കാൻ അങ്ങനെ പെർമിഷൻ ഇല്ല എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അപ്പൊ the court held that although the constitution does not explicitly mention privacy, a limited right to privacy can be derived. Privacy is not absolute. The right to privacy can be restricted by compelling state interest, reasonable procedure established by the law. ഈ പുട്ടസ്വാമിയുടെ ഒരെണ്ണം പറയുന്നുണ്ട്, അതെന്താന്ന് നോക്കാം. പുട്ടസ്വാമി കേസ് 2017 ഇതിങ്ങനെ ജസ്റ്റ് അടിച്ചു നോക്കിയാൽ മതി കേട്ടോ, ഇതിനകത്ത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. ഗോവിന്ദ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മധ്യപ്രദേശിൽ പ്രൈവസീനെ പറ്റിയാണ് പറഞ്ഞത്, ഒരാളുടെ പ്രൈവസി കാര്യങ്ങൾ എങ്ങനെയാണ്. അപ്പൊ അങ്ങനെ എല്ലാത്തിനും അങ്ങനത്തെ കേസസ് എല്ലാം ഇതിന്റെ അടിയിൽ നമ്മൾ പറയും എന്നാണ് ഉദ്ദേശിക്കുന്നത്. Then privacy law and regulation. Meaning of privacy law: collection of data, processing of data, sharing of data, protection of individual privacy right. What are the need for privacy? Digital platform, individuals have limited control. Data breaches and cyber crime are increasing. Privacy is a fundamental right. Cross-border data flow. Privacy law, Information IT Act, Section 43A, Section 72A. Compensation for failure to protect the sensitive personal data. Then disclosure of information in breach of lawful contract in Section 72A is there. Then comes the IT rules. The IT rules define sensitive personal data, then mandate consent for data collection, then require reasonable security practices. Digital Personal Data Protection Act ഇതിന്റെ ഡീൽ വരുന്ന DPDP എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചായിരുന്നല്ലോ.
It recognizes the individual's right and obligations of data fiduciary, consent introduce it, establishes the data protection board and imposed significant penalties. ഇത് ശരിക്കും പറഞ്ഞാൽ എന്താണ് GDPR കാര്യങ്ങൾ പറയുന്നുണ്ട്. സ്ട്രോങ് പ്രൈവസി റെഗുലേഷൻ അപ്ലൈസ് ബിയോണ്ട് ദ EU ബോർഡേഴ്സ്. EU ബോർഡേഴ്സിലേക്ക് കണക്ഷൻ എന്താണ് EU ബോർഡേഴ്സിന് അകത്തും അത് റിലേറ്റ് ചെയ്ത് വരുന്ന പുറത്തുള്ള ആൾക്കാർക്ക് റിലേറ്റ് ചെയ്ത് വരുന്നതാണ് GDPR. Then importance of privacy regulation എന്ന് പറയുന്നത് it protects the individual dignity, trust build ചെയ്യാൻ, and it prevent exploitation of personal data and encourages ethical data governance. Organizational response എന്ന് പറയുന്നത് അത് നമ്മൾ ഇവിടെ ഓർഗനൈസേഷൻ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് മീനിങ് ഓഫ് ഓർഗനൈസേഷണൽ റെസ്പോൺസ് എന്ന് പറയുന്നത്? പ്രൊട്ടക്ട് ദ പേഴ്സണൽ ഡേറ്റ, പ്രിവെന്റ് ദ ഡേറ്റ. And why we need? Because there are so many types of data, like customer data, employee data, financial data, health record data, everything is there. And what happens if it is breached or attacked? There should be legal penalty, and customer trust is lost, and the reputation of the company is damaged, and there will be financial losses. So we need to have a privacy by it should be there in the system from the beginning, and it should not be treated as an afterthought, like after something has happened you should not think about protecting the data. In the beginning, from the beginning itself, you should think about how the data can be protected. And the principles include the data minimization and the purpose limitation, and default privacy settings, and there should be a security from the sender and the receiver side. The data should be minimized, minimum data, and we should have a limitation, and the privacy should be there. Some default privacy should be there to protect the data, and the security should be there from the sender to the receiver. Until we reach the data security, it should be properly handled. And the organizations for protecting these data, they should have some data protection policies, like while collecting the data, while using the data, while storing the data, while deleting the data. For everything there should be some policy or rules and regulations followed by the organization, and it should connect with the legal requirements also. Everything should be connected with the law. It should have an ethical connection, and it should be lawfully made. Every policy, some violation happens, the person should have a trust in you that we will get a benefit, or our data is protected. And we should have an appointment for data. There should be a data protection officer, and it is needed for the data fiduciary, and there should be a protection officer. If something happens also, it's not guaranteed that data is completely protected. If something happens, there should be a complaints and grievance handling should be there, and the data should be protected. Measures like encryption, control access, admin control is there, the normal user controls are there while connecting to the data, because admin will have different levels of access, and users will have some lower level of access. So such kind of access control should be there, and authentication should be done securely using the digital signatures and all. The secure authentication should be there, and the network through which it is passed should also be secured, and it should also be protected. And in the case of administrative measures, all the employees should be trained regarding how the protection of data can be done, and they should all be aware regarding what all loopholes are there in
breaching the data or attacking the data, and there should be having some role-based access. As I mentioned before, there should be admin control, there should be user control, so that different levels of access to the organization can ensure security. Then audits should be done, regular audits should be done regarding how the manipulations done yearly, or how the transactions has been carried out. Everything should be accountable, and it should be regularly monitored. That is why an audit is kept, to check whether all the data handling has been done transparently. Every user is treated equally in the case of data. That is the administrative measures we should take. Then in the case of incident, if something happens, data breach happens, it should be properly detected and reported, and you should have a timely notification. And also the importance of organizational, there should be, it should ensure the legal compliance and should prevent the cyber risk and build user confidence. Then the privacy and data surveillance, coming to the privacy data surveillance, it means the systematic monitoring, collection and analysis of personal data. Then the government surveillance can be there, corporate surveillance can be there, mass surveillance can be there. Then the privacy concerns related to surveillance is that there can be the violation of the right, behavioral profiling can be done, a chilling effect can be done, the misuse can be there. Then surveillance versus privacy, what is the difference? Surveillance must satisfy legality, that it must be backed by the law. Law should be there. In the case of surveillance, we need a legitimate purpose, and we need to have the least intrusive method. It should be properly secured so that the intrusion by the attacker is very less. That is why we are surveilling, we are monitoring the thing, and it is a must. It is not a optional thing, it is a mandatory thing. And these principles are emphasized in the Puttaswamy judgment. Then there we have given the law, the role of law, what the law can do in regulating the surveillance, what are the importance of regulating the surveillance. ഇത്രയാണ് നമ്മൾ മൊഡ്യൂൾ 3 പഠിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഉള്ളൂ. എല്ലാം ഡേറ്റേനെ റിലേറ്റ് ചെയ്ത് പറയുന്ന കാര്യങ്ങളാണ്.